നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി ഒരു 1000 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന സ്ട്രാറ്റജി വല്ലതും ഉണ്ടോ? ഒരുപാട് പേര് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് 1000 അല്ല അതിനും കൂടുതൽ നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ്. തീർച്ചയായിട്ടും നമുക്ക് മിനിമം ഒരു 1000 രൂപ തന്നെ ദിവസേന ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സ്ട്രാറ്റജി എന്താണ്, അതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാതിരിക്കുക. കാരണം എപ്പോഴൊക്കെയാണ് ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാനായിട്ട് പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ദിവസേന ഒരു 1000 രൂപ എന്നുള്ള രീതിയിൽ, മിനിമം 1000 രൂപ എന്നുള്ള രീതിയിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. വളരെ പവർഫുൾ ആയിട്ടുള്ള നല്ല രീതിയിൽ വിൻ റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ്. നോക്കിയും കണ്ട് യൂസ് ചെയ്യുക. അധികം സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഓക്കെ, നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. അതിന് കൂടുതൽ ടൈം ഫ്രെയിമിൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യില്ല. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സ്കാൽപ്പിംഗ് നിങ്ങൾക്ക് അറിയാലോ, വളരെ ചെറിയ ഒരു പ്രൈസ് മൂവ്മെന്റിലായിരിക്കും നമ്മളൊരു എൻട്രി ആൻഡ് എക്സിറ്റ് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം മാത്രം യൂസ് ചെയ്യാം. കൂടാതെ ബിറ്റ് കോയിനിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. മറ്റുള്ള ഓൾട്ട് കോയിൻസിൽ ഒന്നും തന്നെ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം നമ്മൾ വളരെ ചെറിയ ഒരു സ്റ്റോപ്പ് ലോസും വളരെ ചെറിയൊരു ടാർഗറ്റുമാണ് വെക്കുന്നത്. ഓൾട്ട് കോയിൻസ് നിങ്ങൾക്ക് അറിയാം, വളരെ വലിയ രീതിയിലുള്ള വോളറ്റിലിറ്റി നമുക്ക് ഓൾട്ട് കോയിൻസിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള ചാൻസ് ഓൾട്ട് കോയിൻസിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ബിറ്റ് കോയിനിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ ഞാൻ ബിറ്റ് കോയിൻ്റെ ഒരു USDT പെർപെച്വൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടുവരാണ്. 3 ഇൻഡിക്കേറ്റേഴ്സാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഒരു 50 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു 200 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും, മൂന്നാമത്തെ എന്ന് പറയുന്നത് ഒരു മാഗ്ഡിയുമാണ്. മാഗ്ഡി എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിനെ പറ്റിയിട്ട് നമ്മൾ മുൻപ് ഈ ഒരു ചാനൽ തുടങ്ങിയ ആ ഒരു സമയത്ത് നമ്മൾ വിശദമായിട്ടുള്ളൊരു വീഡിയോ മാഗ്ഡി എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിനെ പറ്റിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻഡിക്കേറ്റേഴ്സിൽ പോകുന്നുണ്ട്. EMA എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. മൂവിംഗ് ആവറേജ് എക്സ്പോണൻഷ്യൽ കാണാനായിട്ടുണ്ട്. ഞാനത് 2 തവണ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജസ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാല്യൂസ് നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു EMAയുടെ സെറ്റിങ്സിൽ പോയിട്ട് ഇതിൻ്റെ ലെങ്ത്ത് 9 എന്നുള്ളത് മാറ്റിയിട്ട് 50 കൊടുക്കുന്നുണ്ട്. 50 പീരീഡ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കളറ് ഞാൻ ഒരു ഗ്രീൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത EMA സെറ്റിങ്സിൽ പോവാണ്. അതിൻ്റെ കളറ് ഞാൻ ഒരു റെഡ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വാല്യൂ ലെങ്ത്ത് 9 മാറ്റിയിട്ട് ഞാൻ 200 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ 2 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജസ് വന്നിട്ടുണ്ട്. ഈ ഒരു EMA ലൈനുകൾ തമ്മിലുള്ള ഒരു ക്രോസ് ഓവറിൻ്റെ സമയത്താണ് നമ്മൾ ഓരോ എൻട്രി എടുക്കേണ്ടത്. എപ്പോഴാണ് എൻട്രി എടുക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് നമ്മുടെ മാഗ്ഡി എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യം വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സിൽ പോവാണ്, മാഗ്ഡി സെർച്ച് ചെയ്യുന്നുണ്ട്. മൂവിംഗ് ആവറേജ് കൺവെർജൻസ് ഡൈവർജൻസ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ നമുക്കിവിടെ കാണാനായിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മാഗ്ഡി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ലൈൻസ് ഒന്നും ഇവിടെ ആവശ്യമായിട്ടില്ല. ഞാൻ മാഗ്ഡിയുടെ സെറ്റിങ്സിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫാസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 12 മാറ്റിയിട്ട് 6 കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലോ ലെങ്ത് എന്ന് പറയുന്നത് 26 മാറ്റിയിട്ട് 13 കൊടുക്കുന്നുണ്ട്. സിഗ്നൽ സ്മൂത്തിങ് എന്ന് പറയുന്നത് 9 മാറ്റിയിട്ട് 4 കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഇതിൻ്റെ സ്റ്റൈലിൽ പോയിട്ട് ഇതിൻ്റെ മാഗ്ഡി എന്ന് പറയുന്ന ലൈനും സിഗ്നൽ ലൈനും ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഹിസ്റ്റോഗ്രാം മാത്രം മതി. അതോടൊപ്പം തന്നെ ഇൻപുട്സിൽ പോയിട്ട് നമുക്ക് ചാർട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഏത് ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ 1 മിനിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. മാഗ്ഡി നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാഗ്ഡിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമ്മുടെ മാഗ്ഡിയും അതുപോലെ തന്നെ നമ്മുടെ സെറ്റപ്പ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജീസിൻ്റെ വീഡിയോസിലെല്ലാം തന്നെ ഞാൻ ചാർട്ട് റീപ്ലേ ചെയ്തിട്ടാണ് ഞാൻ എങ്ങനെയാണ് ട്രേഡ് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാറുള്ളത്. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി എനിക്ക് ചാർട്ട് റീപ്ലേ ചെയ്തിട്ട് കാണിച്ചു തരാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട മാഗ്ഡി എന്ന് പറയുന്നതിൻ്റെ ഒരു മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. ഈ രീതിയിലുള്ള മാഗ്ഡിയാണ് നമുക്ക് ലൈവായിട്ടുള്ള ചാർട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഞാൻ ചാർട്ട് റീപ്ലേ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ റീപ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ചാർട്ട് റീപ്ലേ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ മാഗ്ഡി ലൈൻ അല്ലെങ്കിൽ ആ മാഗ്ഡി ഹിസ്റ്റോഗ്രാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കാം. ഇവിടം വരെ കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ചാർട്ട് റീപ്ലേ ചെയ്യുമ്പോൾ മാഗ്ഡി വരുന്നത് നിങ്ങൾ നോക്കാം.
ഈ രീതിയിലാണ്, അതായത് നോർമലായിട്ടുള്ള മാഗ്ഡി ഹിസ്റ്റോഗ്രാമാണ് നമ്മൾ ചാർട്ട് റീപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീപ്ലൈ ചെയ്തുകൊണ്ട് കാണിച്ചു തരാനായിട്ട് പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മുൻപുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ ചാർട്ട് റീപ്ലൈ ചെയ്തിട്ടാണ് കാണിച്ച് തരാറുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഈ രീതിയിൽ നമുക്ക് ചാർട്ട് റീപ്ലൈ ചെയ്തുകൊണ്ട് കാണിച്ചു തരാനായിട്ട് പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് എങ്ങനെയാണ് മാഗ്ഡി ലൈവ് ഫോം ആവുന്നത് എന്ന് കാണുന്നുണ്ട്. ഇനി നമ്മുടെ ലൈവായിട്ടുള്ള ചാർട്ടിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലൈവായിട്ടുള്ള ചാർട്ടിൽ ഇതാണ് അവസ്ഥ. ഈ രീതിയിലുള്ള മാഗ്ഡിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ചാർട്ട് റീപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നില്ല. പക്ഷേ എങ്ങനെയാണ് നമുക്കൊരു എൻട്രി ആൻഡ് എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മളതിൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വളരെ ചെറിയൊരു പ്രൈസ് മൂവ്മെൻറ്റ് മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. ആദ്യമായിട്ട് നമുക്കൊരു ഷോർട്ട് പൊസിഷൻ എങ്ങനെയാണ് എടുക്കാൻ നോക്കാം. ഇവിടെ നമുക്ക് ഒരു ക്രോസ് ഓവർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 200 പീരീഡ് മൂവിങ് ആവറേജ് 50 പീരീഡ് മൂവിങ് ആവറേജിനെ ഈ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു ക്രോസ് ഓവർ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താഴേക്ക് ഒരു ക്രോസ് ഓവർ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ഷോർട്ട് പൊസിഷൻ മാത്രമേ നോക്കാനായിട്ട് പാടുള്ളൂ. യാതൊരു കാരണവശാലും ലോങ് പൊസിഷൻ നോക്കാനായിട്ട് പാടില്ല. അതോടൊപ്പം തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ചുമ്മാ കയറി ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. കൃത്യമായിട്ടുള്ള ട്രെൻഡിനനുസരിച്ച് മാത്രം വേണം നമ്മൾ മൂവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു ക്രോസ് ഓവർ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് ഫുൾ ടൈം അതൊരു ഡൗൺ ട്രെൻഡിലോ, അല്ലെങ്കിൽ ഫുൾ ടൈം അതൊരു അപ്പ് ട്രെൻഡിലോ, അല്ലെങ്കിൽ ഫുൾ ടൈം അതൊരു സൈഡ് വൈസ് ട്രെൻഡിലോ അല്ല പോയിക്കൊണ്ടിരിക്കുക. പല സമയത്തും അത് മാറ്റം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു ക്രോസ് ഓവർ സംഭവിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് നോക്കി തന്നെ നമ്മളിവിടെ ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് പാടുള്ളൂ. ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ട്രെൻഡ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ക്രോസ് ഓവറിന് അപ്പുറത്തേക്ക് പോകുന്നില്ല. ഇവിടെ ഈ രീതിയിൽ നമുക്കൊരു ട്രെൻഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെയാണ്, ഈ ഒരു ട്രെൻഡിനനുസരിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് നീട്ടി വരയ്ക്കാം. ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ക്രോസ് ഓവർ, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ട്രേഡൊന്നും എടുക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാത്തടത്തോളം കാലം, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാത്തടത്തോളം സമയം നമുക്ക് ഷോർട്ട് പൊസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കിവിടെ ഒരു ക്രോസ് ഓവർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജസിൻ്റെ ഒരു ക്രോസ് ഓവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് ക്രോസ് ഓവർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയാണ് നമ്മൾ നമ്മുടെ ട്രേഡിങ്, അല്ലെങ്കിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടത്. നമുക്കിവിടെ കുറേ ലൈൻസ്, കുറേ ഹിസ്റ്റോഗ്രാംസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, കുറേ ബാറുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല ഒരു വലിയ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ബാർ ഇവിടെ ഫോം ചെയ്യുന്ന വരെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ഒരു ഗ്രീൻ ബാർ ഫോം ചെയ്തതിന് ശേഷം തൊട്ടിപ്പുറത്തുള്ള ഒരു ഗ്രീൻ ബാർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് ഒരു കൃത്യമായിട്ടുള്ളൊരു ഗ്രീൻ അല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീനാണ് അവിടെ ഫോം ആയിട്ടുള്ളത്. ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ബാർ ഫോം ആയിട്ടുള്ള അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു ക്യാൻഡിൽ, അതായത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ആ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് നമ്മൾ നമ്മുടെ ഷോർട്ട് പൊസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ട്രേഡ്സ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ബാറിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിൽ നമ്മളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നമ്മുടെ ടാർഗറ്റും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 0.3% ആണ്. ഓക്കെ, 0.3% ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. 0.5% ആണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുള്ള കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ വീണ്ടും ഈ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കൂട്ടാനായിട്ട് പറ്റില്ല, കാരണം വളരെ ചെറിയൊരു മൊമെൻറ്റം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. കുറച്ചുകൂടെ കുറച്ചുകൂടെ മൊമെൻറ്റം കൂടുതലുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ബാർ ഇവിടെ വന്നിട്ടുണ്ട്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമ്മൾ അവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 0.5% ആയിരിക്കും. 0.5% ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 0.3% ആയിരിക്കും. അതും നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഈ രീതിയിൽ വലിയൊരു ഗ്രീൻ ബാർ ഇവിടെ വന്നിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ബാറും വന്നിട്ടുണ്ട്. സോ നമ്മൾ അവിടെയാണ് നമ്മുടെ അടുത്ത ഷോർട്ട് പൊസിഷൻ എടുക്കേണ്ടത്. ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ അടുത്ത ഷോർട്ട് പൊസിഷൻ എടുക്കേണ്ടത്. ഇവിടെ നമ്മളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കുന്നുണ്ട്. 0.3 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ 0.5 നമ്മൾ ടാർഗറ്റും വെക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ട്രേഡ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്കിപ്പോൾ ഒരു 3 ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം സംഭവിച്ചത് നോക്കുക, ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ക്യാൻഡിൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. മാത്രമല്ല
ഈ ഒരു ഈ ഒരു എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്ത് അതിനകത്താണ് ഇപ്പോൾ ക്യാൻഡിൽസ് നിൽക്കുന്നത്. സോ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ട്രേഡിംഗ് നിർത്താം. നമ്മളൊരു 3 ട്രേഡ് എടുത്തിട്ടുണ്ട്, ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രോസ് ഓവറിന് ശേഷം ഏകദേശം ഒരു 4 മണിക്കൂർ മാത്രമേ നമുക്ക് ഈ ഒരു 3 ട്രേഡ് എടുക്കാനായിട്ട് വന്നിട്ടുള്ളൂ. ഏകദേശം ഒരു 0.5% ആണ് നമ്മുടെ ടാർഗറ്റ്. നമ്മളൊരു 10x ആണ് നമ്മൾ മാക്സിമം ലിവറേജ് എടുക്കാനായിട്ട് പാടുള്ളൂ. ലിവറേജിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 10x മാത്രമേ ഒരു ട്രേഡിൽ ലിവറേജ് എടുക്കാനായിട്ട് പാടുള്ളൂ. അതിൽ കൂടുതൽ ഒരിക്കലും എടുക്കരുത്. അപ്പോൾ നമ്മളൊരു 10x ലിവറേജ് എടുത്തുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് നമ്മൾ ലോസ് ആയിക്കാണ്ടുണ്ടെങ്കിൽ നമുക്കൊരു 3% മാത്രമേ ലോസ് വരുന്നുള്ളൂ. പ്രോഫിറ്റ് ആണെങ്കിൽ ഒരു 5% പ്രോഫിറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു 3 ട്രേഡ് നിങ്ങളൊരു 100 USDT വെച്ചിട്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 15% പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അതായത് ഒരു 15 USDT നിങ്ങൾക്ക് ഓൾറെഡി ആയി കഴിഞ്ഞു. ഏകദേശം ഒരു 1000 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആയി കഴിഞ്ഞു. സോ നമുക്ക് ഒരു ദിവസം എത്ര ട്രേഡ് വേണമെങ്കിലും എടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രീതിയിലുള്ള ഈ ഒരു ട്രെൻഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു ട്രെൻഡിലേക്കോ അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിലേക്കോ പ്രൈസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ ട്രേഡൊന്നും എടുക്കരുത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടത്. മറ്റൊരു ഇത് കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരം പ്രൈസ് ഇവിടെ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ രീതിയിലുള്ളൊരു സൈഡ് വേസ് മൂവ്മെൻറ്റിലായിരുന്നു പ്രൈസ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഈ ഒരു ഇത് ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം ബാർ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രീൻ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. അവിടെ നമുക്ക് ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാവുന്നതാണ്. അവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാം. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് 0.3% സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 0.5% നമുക്ക് ടാർഗറ്റും വയ്ക്കാം. ആ ഒരു ട്രേഡ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നോക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ഫോം ആവുന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ രീതിയിലുള്ളൊരു ട്രെൻഡ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നവരെ നമുക്ക് അവിടെയും ട്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നീട് നമുക്ക് വന്നിട്ടുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. അവിടെ നമുക്ക് ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാം. ഈ രീതിയിലുള്ള ഷോർട്ട് പൊസിഷൻ അവിടെ എടുക്കാം. സ്റ്റോപ്പ് ലോസ് 0.3 നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടാർഗറ്റ് 0.5 നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വന്നിട്ടുള്ള ബാർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ബാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ഷോർട്ട് പൊസിഷൻ എടുക്കാം. ഈ ഒരു ഷോർട്ട് പൊസിഷൻ നമുക്ക് എടുക്കാം. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് 0.3 നമുക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ ടാർഗറ്റ് നമ്മൾ 0.5 ആണ് വെക്കേണ്ടത്. ഓക്കെ, അതും നമ്മളിവിടെ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ട്രെൻഡ് നോക്കിക്കൊണ്ട് ഈ ഒരു മാഗ്ഡിയും മൂവിങ് ആവറേജ് ലൈൻസും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരുപാട് ട്രേഡ്സ് ഒരു ദിവസം തന്നെ ഒരുപാട് ട്രേഡ്സ് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. നമുക്ക് ഇനി ലോങ് പൊസിഷൻസ് നോക്കാം. നമുക്ക് ഒരു മൂവിങ് ആവറേജ് മുകളിലേക്ക് ക്രോസ് ഓവർ സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് നോക്കാം. ഞാനൊന്ന് തപ്പട്ടെ, എവിടെയാണ് നല്ല രീതിയിലൊരു ക്രോസ് ഓവർ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് നോക്കട്ടെ. നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ളൊരു ബുള്ളിഷ് ക്രോസ് ഓവർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ക്രോസ് ഓവറിന് മുൻപുള്ള ഈ ഒരു കാര്യം നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാത്തടത്തോളം സമയം നമുക്ക് ഒരു ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. ഞാനത് നീട്ടി ഇങ്ങോട്ട് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് നമുക്കിവിടെ ട്രേഡ് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയൊക്കെയാണ് വന്നിട്ട് നോക്കാം. ഇവിടെ താഴേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് ഗ്രീൻ ക്യാൻഡിലായിരുന്നു നമ്മളൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിരുന്നത്. ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ലൈറ്റ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിലാണ്. ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ബാർ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമുക്ക് ഒരു ലൈറ്റ് ആയിട്ടുള്ള റെഡ് ബാർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള റെഡ് ബാറിലാണ് നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കേണ്ടത്. ഇവിടെ നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കുകയാണ്. 0.3 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ട്. ഓക്കെ, 0.5 നമ്മൾ ടാർഗറ്റും വെക്കുന്നുണ്ട്. നമ്മുടെ ആ ട്രേഡ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഈ രീതിയിലുള്ള ഒരു ഒരു ലൈറ്റ് ആയിട്ടുള്ള റെഡ് ബാർ ഫോം ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു റെഡ് ബാർ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലൈറ്റ് ആയിട്ടുള്ളൊരു റെഡ് ബാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ അടുത്ത ലോങ് പൊസിഷൻ എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ അടുത്ത ഒരു ലോങ് പൊസിഷൻ എടുക്കുകയാണ്. 0.3 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ട്. 0.5 ആണ് ടാർഗറ്റ് വെക്കുന്നത്. അതും നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രേഡ് നമ്മൾ പെട്ടെന്ന് തന്നെ വിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. നമുക്ക് അടുത്തതോടെ വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ബാർ കിട്ടിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തൊരു ലൈറ്റ് ബാറും വന്നിട്ടുണ്ട്, ലൈറ്റ് റെഡ് ബാറും വന്നിട്ടുണ്ട്. അവിടെ നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കുകയാണ്. 0.3 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണ്. പക്ഷേ ഈ ഒരു ട്രേഡ് നമ്മൾ ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻ മാത്രമല്ല ലോസ് സംഭവിക്കുമ്പോൾ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് ഈ ഒരു ട്രേഡ് നമ്മൾ ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, സമ്മതിച്ചു. ഇനി അടുത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ റെഡ് ബാർസ് ഒരിക്കലും നോക്കരുത്. കാരണം ചെറിയ റെഡ് ബാർസ് വരുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും പ്രൈസ് വളരെ ചെറിയ മൊമെൻറ്റത്തോട് കൂടിയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവിടെ നമ്മൾ ട്രേഡ് എടുക്കരുത്.
ഈ റെഡ് ബാർസിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വേണം നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാനായിട്ട്. ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ബാർ വന്നിട്ടുണ്ട്. ഓക്കെ, അതും പിന്നീട് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രീൻ ബാറൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ബാർ വന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നമുക്കൊരു ലൈറ്റ് ആയിട്ടുള്ള റെഡ് ബാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് അത് കിട്ടിയിട്ടുള്ളത്, ഈ ഒരു ക്യാൻഡിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കുകയാണ്. 0.3 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, 0.5 നമ്മൾ ടാർഗറ്റും വെക്കുന്നു. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ ട്രേഡ്സ് എടുത്ത് പോകാവുന്നതാണ്. നമുക്ക് ഈ ഒരു EMA ലൈനിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് താഴേക്ക് വരുന്നത് വരെ, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന വരെ നമുക്ക് ഈ രീതിയിൽ സ്കാൽപ്പ് ചെയ്ത് പോകാവുന്നതാണ്. നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഡെയിലി ഉണ്ടാക്കാവുന്നതാണ്. പറഞ്ഞ പോലെ തന്നെ ഒരു 1000 രൂപയൊക്കെ മിനിമം പ്രോഫിറ്റ് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് ഡെയിലി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കൃത്യമായിട്ട് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനും കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനും കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും കൃത്യമായിട്ട് ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ടത് മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഡെയിലി ഒരു 1000 രൂപയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. മിനിമം ആണ് ഒരു 1000 രൂപ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിനേക്കാളും കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ക്യാപിറ്റൽ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. 10x ലിവറേജിന് മുകളിലേക്ക് നിങ്ങൾ പരമാവധി എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം 10x തന്നെ നിങ്ങൾ ലിവറേജ് എടുക്കുക. മിനിമം ഒരു 5x ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 0.5 × 5 എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റ് ഡെയിലി ഒരു ട്രേഡിൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ മാക്സിമം 10x അതിന് മേലേക്ക് എടുക്കരുത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയുകയാണ്. തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് പ്രോഫിറ്റബിൾ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റുള്ള ആളുകളിലേക്ക് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കുകൾ സഹായിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിലാണ്.